ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ തുണിയെ ഇതുപോലെ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിനെ ഒന്നുകൂടി അങ്ങോട്ട് മടക്കിയിടണം. ഇപ്പം നാല് നാല് പീസായില്ലേ? ദേ 4 പീസുണ്ട്. അപ്പം അതിൻ്റെ ഓപ്പൺ ഭാഗം മുകളിൽ ഈ ക്ലോസ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളുടെ സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇനി ഇതിൻ്റെ ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത്. ഷോൾഡർ അടയാളപ്പെടുത്താനായിട്ട് നമ്മുടെ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി എടുക്കണം കേട്ടോ. അപ്പം ഇവിടെ 15 ഇഞ്ചാണ്. അപ്പം 15 ഇഞ്ച് 7 14 14 1 15 ഇവിടെയാണ് വരിക അല്ലേ? അപ്പം നമ്മൾ വെറുതെ റഫായിട്ടൊന്ന് മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് നെക്ക് എത്രയാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഈ ഒരാളുടെ ബാക്ക് നെക്ക് കൊടുക്കേണ്ടത് 5 ഇഞ്ചാണ്. 5 ഇഞ്ച് ബാക്ക് നെക്ക് കൊടുക്കണം. അപ്പം 5 ഇഞ്ച് നമുക്ക് ബാക്ക് നെക്ക് കൊടുക്കണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് കുറയണം. അപ്പം കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 5 ഇഞ്ചിന് ഇൻറ്റു 0.25 എത്രയാ? 5 ഇഞ്ച് ഇൻറ്റു 0.25 കൊണ്ട് ഗുണിക്കണം. എന്നിട്ട് ആ ഗുണിച്ച് കിട്ടുന്നത് എത്രയാണോ അത് ഈ 7.5 ഇഞ്ചിൽ നിന്നും കുറക്കണം. അപ്പോൾ നമുക്കൊരു 1.25 ഇഞ്ച് കിട്ടും. ആ 1.25 ഇഞ്ച് നമ്മൾ ഇതിൽ നിന്നും കുറക്കണം. അപ്പോൾ ഈ 7.5യിൽ നിന്നും 1 ഇഞ്ച് കുറച്ചെന്ന് പറയുമ്പോൾ 6.5 അല്ലേ? 6.5യിൽ നിന്നും 4 ഇഞ്ച് പോയാൽ എത്ര വരും? 6.25. ഈ 6.25 നമ്മളിവിടെ ഷോൾഡറായിട്ട് കൊടുക്കേണ്ടത്. ഈ 6.25 ഇഞ്ച് ഷോൾഡറായിട്ട് കൊടുത്തു. ഈ 6.25 ഇഞ്ച് തന്നെ ഞാൻ ഇവിടെ നേരെ താഴേക്ക് ഇവിടെ ഒന്ന് റഫായിട്ട് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ. ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് 6.25 ഇഞ്ച് എവിടെയാണെന്ന് മാർക്ക് ചെയ്യണം. കണ്ട, ഇവിടെയായിട്ട് വന്നു. അപ്പൊ അതിലേക്ക് ഈ മുകളിൽ നിന്നും താഴേക്ക് 6.25 ഇഞ്ച് ഇവിടെയാണ് വരിക. അപ്പൊ ഇതിങ്ങനെ നേരെ വരക്കണം. അത് നമ്മൾ കറക്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ 6.5 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടൊക്കെ 6.25 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് ചെരിച്ചാണ് പോയെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കൈക്കുഴിയുടെ നീളം കൂടും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഇവിടുന്നും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇത് 6.25 ഇഞ്ച് ഇവിടെയാണ് വരിക. അപ്പൊ ഈ 6.25 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. എന്നിട്ട് ഇങ്ങോട്ടേക്ക് നീക്കി വരക്കണം. അപ്പൊ ഈ നീട്ടി വരക്കുമ്പോഴും ഇതുപോലെ താഴോട്ടോ മുകളിലോട്ടോ ചെരിഞ്ഞു പോകാം. അപ്പൊ അതില്ലാതിരിക്കാൻ ഇവിടെ നിന്ന് ഇത്തിരി അല്പം നീക്കിയിട്ട് 6.25 എവിടെയാണെന്ന് നോക്കുക, അവിടെയും അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതിങ്ങനെ ഈ 6.25 നിന്നും ഇങ്ങോട്ടേക്ക് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പൊ നല്ല കറക്റ്റായി. നേരത്തെ ഞാൻ വരച്ചത് കണ്ട താഴേക്ക്, അതല്ല കറക്റ്റ്, ഇതാണ് കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. 6.25 ഇവിടെ വരെ കണ്ട. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതിന്റെ കൈക്കുഴിയുടെ ഇതെല്ലാം അടയാളപ്പെടുത്തേണ്ടത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ചെസ്റ്റ് വണ്ണമാണ്. നമുക്ക് ചെസ്റ്റ് വണ്ണം വരുന്നത് 37 ഇഞ്ചാണ്. അപ്പൊ ഈ 37ന്റെ കൂടെ 4 ഇഞ്ച് ലൂസും കൂടി കൂട്ടി കൊടുക്കണം. അപ്പൊ ഈ 37ന്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുമ്പോൾ 41. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 41 ഇവിടെയാണ് വരിക കേട്ടോ. ഇവിടെ വന്നു. അപ്പൊ അത് ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് ഞാനൊരു 1.5 ഇഞ്ച് കയ്യെത്ത് കൊടുത്തു. ഈ കുർത്തിയൊക്കെ തയ്ക്കുമ്പോഴുണ്ടല്ല, ഇവിടെ ഒരു 4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് നീക്കി മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ വരച്ചു കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. നമുക്ക് ഇതിന്റെ സെന്ററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ 6.25ന്റെ സെന്റർ കണ്ടുപിടിച്ചു. ഇവിടെ നിന്നും അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് ഇത്തിരി നീക്കി വരച്ചില്ലേ, അതിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു കർവ് വരച്ചു കൊടുക്കാം. ഇത് ഡിസൈനുള്ള തുണി ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഞാൻ ചെയ്യുന്നതൊന്ന് നോക്കുക. കണ്ട, അപ്പൊ നമ്മളുടെ കൈക്കുഴി കിട്ടി. ബോഡിയിൽ നിന്ന് അളവെടുത്തതല്ലേ, ആ അളവെടുക്കുമ്പോൾ നമ്മൾ കൈക്കുഴി എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇതിന്റെ കൈക്കുഴി എത്രയാണ്, നമ്മൾ ബോഡി പാർട്ടിൽ നിന്നും എടുത്തത് എത്രയാണോ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എനിക്ക് 18 ഇഞ്ചാണ് വേണ്ടത്. ഞാനിവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ബാക്കി ഇതുപോലെ വെച്ച് നോക്കി. കണ്ട, 18 ഇഞ്ച് കിട്ടും. ഈ 18 ഇഞ്ച് കിട്ടുമ്പോൾ ഇത് കറക്റ്റായി കൈക്കുഴി. ഇനി നമുക്ക് ഷേപ്പാണ് കൊടുക്കേണ്ടത്. ഷേപ്പ് വന്നിരിക്കുന്നത് 35 കേട്ടോ. അപ്പൊ 35ന്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂട്ടുക. അപ്പൊ 38 എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ. അപ്പൊ 36, 38, 40, 42 അങ്ങനെയല്ലേ പോവുക. അപ്പൊ ഇത് 9.5 എനിക്ക് കിട്ടിയത്.
അപ്പൊ ഞാനതിങ്ങനെ അതിപ്പോ ഇതിന്റെ ഇറക്കം എന്ന് പറയുന്നത് ഇതാ ഇവിടെ നിന്ന് ഒരു 6-6.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അതങ്ങോട്ട് കൊടുക്കുക. കണ്ടോ? ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതാണ് ഇവിടെ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തി, ഇവിടെ ഷേപ്പ് വണ്ണം അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഇവിടെ നിന്നും സ്ലിറ്റ് ഇറക്കം ഞാൻ ആ റേഞ്ച് വിട്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഒരു 19 ഇഞ്ച് അടയാളപ്പെടുത്തി. കണ്ടോ? ഈ ലൈൻ ഇത് ഹിപ്പ് ലൈനാണ്. അതിലേക്ക് ഒരു ഹിപ്പ് വണ്ണം 40-40ന്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂട്ടിക്കൊടുത്തു. 44 ഇഞ്ച് മതി. 44 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഷേപ്പ് വരച്ചില്ലേ അതിങ്ങോട്ടേക്ക് മുട്ടിച്ചു കൊടുത്തു. അപ്പൊ നമ്മളിപ്പോ തയ്ച്ചു വരുമ്പോ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഷേപ്പ് വരും. ഇനി ഈ അളവ് തന്നെയാണ് നമ്മൾ താഴെയും കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഹിപ്പ് വണ്ണം അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ടില്ല. ടോട്ടൽ ലെങ്ത് എത്രയാണ്? ഇവിടെ നിന്നും 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം മുകളിൽ നിന്നും താഴേക്ക് 40.5 ഇഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ 40.5 ഇവിടെയാണ് വരേണ്ടത്. അതിന്റെ കൂടെ നമുക്ക് മടക്കി അടിക്കാനായിട്ട് ഞാൻ 1 ഇഞ്ച് കൂടി കൊടുത്തു. 1 ഇഞ്ചല്ല 1.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 42 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. അത് മടക്കിയിട്ട് അടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് 40.5 മതി. ഒരു 1.5 ഇഞ്ച് കൂടുതൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് വെട്ടിയെടുക്കേണ്ട പോർഷൻ. ഇതാണ്. ഇനി നമ്മൾ ഇവിടെ കൊടുത്തില്ലേ ഈ ഹിപ്പ് വണ്ണം എത്രയാണ് ടോട്ടൽ എന്ന് നോക്കണം. ഏത്? നമ്മൾ ഇവിടുത്തെ വണ്ണമല്ല, ഇവിടെ വരെ തയ്യൽ തുമ്പ് ഉൾപ്പെടെയുള്ള വണ്ണം 12.4 ആ 12.4 നമ്മൾ ഇവിടെയും കൊടുക്കണം. അപ്പൊ ഇതിലേക്കാണ് നമ്മൾ അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ വരക്കുമ്പോൾ ഒരു സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇടക്ക് ഒന്നും കൂടി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ടേപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പൊ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിത് കട്ട് ചെയ്തെടുത്തു. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ നെക്കിന്റെ ഈ പോർഷനില്ലേ അവിടെ ഒന്ന് നോട്ടിട്ട് കൊടുക്കുക, ഒന്ന് കട്ട് കൊടുക്കുക. അതുപോലെ നമ്മളിവിടെ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തി, അവിടെയും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ നമ്മൾ ഹിപ്പ് വണ്ണത്തിന്റെ ഈ ഭാഗത്തും കണ്ട, ഇത് നമുക്ക് തയ്ക്കുമ്പോൾ ഒപ്പമാണെന്ന് അറിയാനുള്ളൊരു അടയാളമാണ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്ത ഭാഗമുണ്ട് ഇവിടെ, നമ്മൾ കൈക്കുഴിയുടെ ഭാഗമുണ്ട്. അപ്പം ഞാനിത് ഇങ്ങനെ എടുക്കുക. ഇതൊരു ചെറിയ സ്ലീവാണേ. അപ്പം ബാക്കിയുള്ള തുണി ഇത്രയുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് മടക്കി വെക്കണം. ഇതൊരു ചെറിയ സ്ലീവാണേ. അപ്പം 4.5 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത് പറഞ്ഞേക്കണത്. അപ്പം ഇവിടെ നമുക്ക് 1 ഇഞ്ച് മടക്കി അടിക്കാൻ വേണം. 4.5 1 5.5 1 ഇഞ്ച് മടക്കി അടിക്കാൻ, അതായത് 2 ഫോൾഡ് ആക്കണമല്ലോ. അത് കഴിഞ്ഞ് ഒരു 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ്. അങ്ങനെ ടോട്ടല് 6 ഇഞ്ചാണ് എടുത്തത്. ഈ 6 ഇഞ്ച് നമ്മൾ വെറുതെ താഴേക്കും കൂടി കുറച്ച് ഗ്യാപ്പിൽ ബാക്കിലേക്കും എടുക്കണം. എന്നിട്ട് ഇവിടെ നിന്നും ഒരു 3 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഈ 3 ഇഞ്ച് നമ്മൾ 10-ൽ 1 ഭാഗം വെച്ചെടുക്കുമ്പോൾ ഇതിപ്പോൾ 38 37 എന്നൊക്കെ പറയുമ്പോൾ 3 3.25 3.5 അങ്ങോട്ടൊക്കെ മാറും. അപ്പൊ അതിനനുസരിച്ച് വരുമ്പോൾ ഇവരുടെ കൈയുടെ വണ്ണം ഇതിന്റെ ക്യാപ്പ് താഴെ വരുന്ന ആ കൈക്കുഴിയുടെ അവിടുത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് വളരെ കുറവായിരിക്കും. അപ്പൊ ഇത് ഇത്തിരി കൂടുതൽ വേണം. അതുകൊണ്ട് ഞാനിവിടെ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ 3 ഇഞ്ചിലേക്ക് നമ്മുടെ കൈക്കുഴി, ഇത് ഈ അറ്റത്ത് നിന്നും കൈക്കുഴി 18 ഇഞ്ച് ഞാൻ അളന്നെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് ഇതാണ് ട്ടാ. ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ചെരിച്ചു വെച്ചൊന്ന് മാർക്ക് ചെയ്ത് 9 18. എന്നിട്ട് ഇവിടെ നിന്നും ഞാൻ ഈ 3 ഇഞ്ച് ഇങ്ങനെ വെക്കേണ്ട. ആ 18 ഇഞ്ചിൽ 3 ഇഞ്ച് വെച്ചിട്ട് ഒന്നിങ്ങോട്ട് ചെരിച്ച്, എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ലീവിലേക്ക് എത്തിച്ചു കൊടുത്ത് ഇതുപോലെ കണ്ട, ഒന്നിങ്ങോട്ട് വളച്ചു കൊടുത്ത്. എന്നിട്ട് ഇവിടെ നിൽക്കിയല്ലേ, ഞാൻ ഇങ്ങോട്ട് വളച്ചിട്ടില്ലല്ലോ. എന്നിട്ട് ഈ പോയിന്റിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഷേപ്പിംഗ് ആഡ് കൊടുക്കണം കണ്ട. എന്നിട്ട് ഇങ്ങോട്ട് താഴോട്ട്
ഈ താഴെ 1 ഇഞ്ച് കൂടുതൽ കൊടുത്തേക്കാം. 1 ഇഞ്ച് ഇവിടെ വരും. ഈ 1 ഇഞ്ചിൽ അപ്പൊ നമ്മളുടെ ഇവിടുത്തെ വണ്ണം നോക്കിയിട്ടില്ല. ഇവിടുത്തെ വണ്ണം 14 ഇഞ്ചാണ് പറഞ്ഞേക്കുന്നത്. ആ 14 ഇഞ്ച് നമ്മൾ ഇവിടെയല്ലേ 1 ഇഞ്ച് മടക്കി കഴിയുമ്പോൾ ഇവിടെയല്ലേ വരിക. ആ 14 ഇഞ്ച് ഇവിടെയാണ് വരിക. അപ്പൊ ഈ പോയിന്റ് ആയിട്ട് വരും കേട്ടോ. ഇനി തയ്യൽ തുമ്പ് ഇവിടെ ഞാൻ ഒരു 1.5 ഇഞ്ച് കൊടുത്തു. അപ്പൊ ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്തു. ഇത് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിപ്പോ നമ്മളുടെ വണ്ണം ഇങ്ങനെ മടക്കി അടിച്ചു കഴിയുമ്പോൾ ലെങ്ത് മടക്കി അടിച്ചു കഴിയുമ്പോൾ കണ്ടോ ഗ്യാപ്പ് ഇത്രയേ ഉള്ളൂ. ഇവിടെ തയ്യൽ തുമ്പ് ഇത്രയും പോകും, 1/2 ഇഞ്ച് ഇവിടെയും പോകും. ബാക്കി ഇത്രയും കിട്ടിയത് നമ്മൾ 3 ഇഞ്ച് ഗ്യാപ്പ് അകലം കൊടുത്തിട്ടാണ്. അതിപ്പോ 3.5 അങ്ങനെ 10-1 ഭാഗമായിട്ട് എടുത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും കിട്ടില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നിവർത്തിയിടുക. 2 സ്ലീവില്ലേ അത് നിവർത്തിയിട്ടു. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ചു വെട്ടണം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ, ഫ്രണ്ട് പീസ് ഇട്ടാ. അപ്പൊ മാർക്ക് ചെയ്തേക്കണേ. ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. ഇതേ നമ്മൾ ഉൾഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഈ ഒരു പോർഷനിലല്ലേ മറിച്ചിട്ട് ചെയ്തേക്കാണ്. അപ്പൊ ഇവിടെ തന്നെ ഇങ്ങനെ കാണിച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ നോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഭാഗം ഒന്ന് ഇതുപോലെ ചെയ്യുക. ഇനി ഇത് ഇങ്ങനെ രണ്ടാക്കി എടുക്കുക. എന്നിട്ട് ഇതിന്ന് നമുക്ക് ബാക്കിലെ നെക്ക് അടയാളപ്പെടുത്താം. അപ്പൊ ഇതിന്റെ കഴുത്തകലം കണ്ടുപിടിക്കാനായിട്ട് ഒരു ചെസ്റ്റ് അളവില്ലേ, ചെസ്റ്റ് വണ്ണത്തിനാ നമ്മൾ 12 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ എന്നിട്ട് അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ചാൽ മതി. ഞാൻ ഇത് ചെയ്തു തന്നപ്പോ 3 ഇഞ്ചാണ് കിട്ടിയത്. ആ 3 ഇഞ്ചിൽ നിന്നും 1/4 ഇഞ്ച് കുറച്ച് ഞാൻ 2.25 അടയാളപ്പെടുത്തുന്നത്. ബാക്ക് നെക്കിന് ഞാൻ താഴേക്ക് 5 ഇഞ്ച് കൊടുത്തു. അവിടെ ഇതുപോലെ ഒന്ന് ബോക്സ് ആക്കി വരക്കണം. 2.25 ഇങ്ങോട്ടേക്ക് നേരെ മാർക്ക് ചെയ്യണം. കണ്ടോ, ഒരു ബോക്സ് ആക്കി. ഇനി ഇതിനുള്ളിൽ നമുക്ക് ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്താൽ മതി. അപ്പൊ റൗണ്ടിനേക്കാണ് നമ്മൾ ചെയ്യണത്. ഇതിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യണം. അപ്പൊ നമുക്കിനി ഫ്രണ്ട് നെക്കിന് 2.25 ഇഞ്ച് നേരത്തെ പറഞ്ഞതുപോലെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി താഴേക്ക് കഴുത്തിറക്കം പറഞ്ഞിരിക്കുന്നത് 6.5 ഇഞ്ചാണ്. അത് തന്നെ ഇങ്ങോട്ടേക്കും 2.25 ഇഞ്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങോട്ടേക്ക് ബോക്സ് ആക്കി വരച്ചു. ഇനി ഇതിനുള്ളിലാണ് നമ്മുടെ കഴുത്ത്, നെക്ക് വരച്ചു. കണ്ടോ, ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടണം. അപ്പൊ അതാ ഇതുപോലെ ഇവിടെ നിന്നും ഇതൊപ്പം വെച്ചതിന് ശേഷം ഇവിടെ നിന്നും ഇത്തിരി ഇങ്ങോട്ടേക്ക് നീങ്ങിയിട്ട് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ സെൻറ്റർ ഭാഗം, അവിടേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് കയറണം. കണ്ട, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചെരിച്ചു എടുക്കുക. ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ബാലൻസ് പീസ് ബാക്കി വന്നില്ലേ, അത് ഇതുപോലെ അങ്ങോട്ടേക്ക് ഒന്ന് ഇതുപോലെ വെച്ചു കൊടുക്കുക. ഇത് 2 ഡബിൾ ലെയറിലാണ് കേട്ടോ തുണിയുള്ളത്. അപ്പൊ ഇതുപോലെ തന്നെ വെച്ചു. എന്നിട്ട് ഈ നെക്ക് ഇവിടെ വെച്ച് കൊടുത്തു. ഇത് ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു രീതിയാണ്. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ, വരച്ചിട്ട്. ഇതിപ്പോൾ വരച്ചില്ലെങ്കിൽ ഇപ്പുറത്തേക്ക് 1 ഇഞ്ച് നീക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരക്കുക. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മുടെ നെക്ക് ഇതുപോലെ ഒരേ അളവിൽ അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി. കണ്ടോ, ഇനി നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ഇനി ആവശ്യമുള്ള തുണി. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ അത് രണ്ടും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്തെടുത്തില്ലേ, അതിന്റെ സൈഡ് ഒന്ന് മടക്കി അടിക്കണം കേട്ടോ. 2ന്റെയും മടക്കി അടിക്കണം. എന്നിട്ട് നമ്മൾ ബാക്കിന്റെ നമ്മൾ വെട്ടിയെടുത്ത പീസില്ലേ, അത് ഇതുപോലെ അടിച്ച വശം മുകളിലും ഇതിന്റെ നല്ല വശത്തിന്റെ മുകളിൽ
ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് നോക്കുക. കണ്ട, കറക്റ്റായിട്ട് വെക്കണേ. എന്നിട്ട് ഇതിൻ്റെ ഒരു 1/4 ഇഞ്ച് വിട്ട് 1/2 ഇഞ്ച് വിട്ടോ ഇതിലൂടെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ അടിച്ചെടുത്തതിൻ്റെ ആ തയ്യലിലും മുട്ടാതെ ഇങ്ങനെ ഒന്ന് കട്ടിങ് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് പീസും ഇതുപോലെ തന്നെ വെച്ചടിക്കണം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ തന്നെ ഈ ഒന്ന് ഇവിടേക്കൊന്ന് വളഞ്ഞു കിട്ടാനായിട്ടാണ് അതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. കണ്ടോ? ഇനി ഈ നെക്ക് ഫ്രണ്ട് പീസില്ലേ, ഫ്രണ്ട് പീസിൻ്റെ ഈ നെക്ക് എടുത്തിട്ട് ഇത് ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഞാൻ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതുകൂടാതെ ഇതേ കണ്ടോ, ഇതുപോലെ ഇപ്പം ഈ ക്രീമിൽ കാണാൻ പറ്റില്ല. അപ്പം അതെ 1 2 3 ഇതുപോലെ 3 പ്രാവശ്യം ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പല്ലിൻ്റെ ഗ്യാപ്പിൽ അടിച്ചു കൊടുത്തു. അപ്പം നല്ല സ്റ്റിഫായിട്ട് നല്ല പതിഞ്ഞിരുന്നോളും. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. 2 3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പം നല്ല ഭംഗിയിൽ, പിന്നെ നമുക്കിത് തുന്നേം വേണ്ട, അപ്പം നല്ല ഭംഗിയിൽ കിട്ടും. അപ്പം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്ക് പീസിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശത്തിലേക്ക് ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ഇതിങ്ങനെ, ഇത് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതിങ്ങനെ വിടർത്തിയതിന് ശേഷം ഈ അടിച്ച സാധനം, അടിച്ച നെക്കിൻ്റെ ഷോൾഡർ ഇതുപോലൊന്ന് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ട, ഒപ്പം വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ച് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 2 വശവും അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ദാ ഇതുപോലെ അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. കണ്ട, ഇത് ഇങ്ങോട്ടും ഓപ്പൺ ചെയ്യാം. അപ്പം നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാക്ക് പീസ് അല്ലേ, അപ്പം അത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇത് സ്റ്റിച്ച് ചെയ്താലേ ഇതിങ്ങനെ ഡിസൈൻ ഉള്ളായിരുന്ന അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഹെം ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിത് സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നമുക്കിനി സ്ലീവ് ചെയ്യാം. അപ്പം സ്ലീവ് നമ്മൾ 1/2 ഇഞ്ച് മടക്കി അടിക്കാനില്ലേ, അതിങ്ങനെ മടക്കി അടിക്കണം കേട്ടോ. ഈ സൈഡ് എടുത്തിട്ട് ഇവിടേക്ക് മടക്കി ഒന്നുകൂടി ഉള്ളിലേക്ക് മടക്കിയിട്ട് ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സ്ലീവ് 2 ഞാൻ ഇതുപോലെ അരിക് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ഷോൾഡർ ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മളുടെ ഇതല്ലേ ഫ്രണ്ട് പീസ്. അപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. 3 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ഫ്രണ്ട് പീസ് ആണെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. ഫ്രണ്ട് ചുരിദാറിൻ്റെ ഫ്രണ്ടും ബാക്കും ഏതാണെന്ന് മാറിപ്പോവില്ല. എന്നിട്ട് ഈ ഭാഗത്ത് നമ്മൾ കുഴിച്ചു വെട്ടിയ വശമില്ലേ, അത് വരുന്നത് ഏത് പീസാണെന്ന് നോക്കണം. അപ്പം ഈ പീസും ഇതുപോലെ വെച്ച് നോക്കാം. ഈ പോർഷൻ ഇവിടെ വന്ന്, അപ്പം ഇതാണ് ഫ്രണ്ട് പീസ്. അപ്പം ഇത് തമ്മിൽ വരുന്ന വിധത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരണം. എന്നിട്ട് അങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ 2 സ്ലീവും അതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്ച്ച് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് വണ്ണവും നമ്മുടെ ഹിപ്പ് ഇവിടെയൊക്കെ നോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെയൊക്കെ ഒപ്പം വയ്ക്കുക. കണ്ട, ഒപ്പം വെച്ചു. ഇനി സ്ലീവ് ഒപ്പം പിടിക്കുക. എന്നിട്ട് 14 ഇഞ്ച് എവിടെയാണെന്ന് നോക്കുക. വണ്ണം, സ്ലീവ് വണ്ണം 14 ഇഞ്ച് ഇവിടെ വരും. അവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ ഒരു നോട്ട് കണ്ടോ, അതിലേക്ക് ഇങ്ങനെ നേരെ വരിക. അതിനുശേഷം ഇവിടെ നിന്നും ഈ ഒരു പോയിന്റില്ലേ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്ന അതിലേക്ക് ഇങ്ങോട്ടേക്ക് അടിച്ചു വരിക. അവിടെ നിന്നും നമ്മുടെ ഈ നോട്ടിട്ട ഭാഗമില്ലേ, രണ്ട് പീസും കൂടി ഒക്കെ ഉള്ളത്, അതിൻ്റെ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായില്ലേ നമ്മൾ. അപ്പം അവിടേക്ക് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അടിച്ചു വരിക. എന്നിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. അപ്പം ദാ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇതുപോലെ ഇവിടെ വന്ന് കെട്ടിട്ട് നിർത്തണം കേട്ടോ. 2 വശവും അങ്ങനെ ചെയ്യണം. അപ്പം ഞാൻ എന്താ ആ 2 സൈഡും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലിറ്റാണ് അടിക്കേണ്ടത്. അപ്പം തുണിയെ ഇതുപോലെ വെക്കുക. താഴ്ഭാഗം എടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് മടക്കണം. എന്നിട്ട് സ്ലിറ്റ് ഇതുപോലെ കണ്ടോ, ഒരു മടക്ക് 1/2 ഇഞ്ച് ഉള്ളിലോട്ട്, പിന്നെ ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ വെച്ച് അരികിലൂടെ വരണം.
ഇവിടെ ഈ അറ്റത്ത് വരില്ലേ, ഇത് ഈ നോട്ടിട്ട് ഭാഗത്ത്, അവിടെ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇവിടെ വരില്ലേ, ഇവിടെ വന്നതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരിക. എന്നിട്ട് നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചേക്കില്ലേ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സൂചിയെ ഇങ്ങോട്ടേക്ക് അടിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്കും ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോകണം. അപ്പം നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് അടിച്ച് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒന്ന് സൂചി നിർത്തി വെച്ചു, എന്നിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു, തുണിയെ തിരിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് അടിച്ചു, എന്നിട്ട് അവിടെയും സൂചി കുത്തി നിർത്തി, എന്നിട്ട് അവിടെ നിന്നും തിരിച്ചിങ്ങോട്ടേക്ക്, എന്നിട്ട് താഴേക്ക് അടിച്ചു പോയി. വിഷയത്തിന് അല്പം സൗണ്ട് കൂടുതലായതുകൊണ്ടാണ് ഇതിൽ വെച്ച് കാണിക്കാതിരുന്നത്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. നേര് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. ഇതാ സ്ലീവൊക്കെ നല്ല കറക്റ്റ് പോയിന്റ് തന്നെയായിട്ട് വന്നു കണ്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഞാനിപ്പോൾ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് ഇത്രയും ടൈം എടുക്കുന്നത്. നമ്മളത് ചെയ്യുമ്പോൾ ഇത്രയും ടൈം എടുക്കില്ല, പെട്ടെന്ന് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സിംഗിൾ പീസ് എടുത്തിട്ട് നിങ്ങളും ചെയ്ത് നോക്കുക. അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതാണ് ചുരിദാർ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. താങ്ക് യു.